51-ാമത്തെ വയസ്സിൽ ചന്ദ്രശേഖരൻ ജോസഫ് വിജയ് തമിഴ്നാടിന്റെ അധികാരിയാവുന്നു. വിമർശനങ്ങളും ട്രോളുകളും സ്വകാര്യ ജീവിതമേൽപ്പിച്ച പരിഹാസങ്ങളും കാറ്റിൽ പറത്തി MK സ്റ്റാലിന്റെ നെഞ്ചത്താണ് അയാൾ ഇന്ന് ഈ കസേരയിട്ടിരിക്കുന്നത്. താരജാട ഒട്ടും തന്നെ ഇല്ലാത്ത വ്യക്തിത്വവും അടിയുറച്ച നിലപാടുകളും ഒന്നിനു പിറകെ ഒന്നായെത്തി തിയേറ്ററുകളെ ഇളക്കിമറിച്ച ഹിറ്റ് സിനിമകളും. അണ്ണയാര് എന്ന ചോദ്യത്തിന് ദളപതി എന്ന ഉത്തരമായി അദ്ദേഹത്തെ വാഴ്ത്തി. 10 വർഷം മുൻപ് മുഖ്യമന്ത്രിയാകും എന്ന് തൃഷ പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പും ഈ വിജയവും വർഷങ്ങൾക്ക് മുൻപേയുള്ള പ്ലാനിംഗ് തന്നെയാണ്. സിനിമാ താരങ്ങളെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നത് തമിഴ് മക്കൾ നിർത്തി എന്ന് പലരും വിധിയെഴുതിയ അതേ നാട്. കമൽഹാസനെയും രജനീകാന്തിനെയും ഉദാഹരണം കാണിച്ച് അത് ആവർത്തിച്ച അതേ നാട്. പിന്നെ എങ്ങനെ വിജയ്? CN അണ്ണാദുരൈയും M കരുണാനിധിയും സിനിമാ സംഭാഷണങ്ങളിലൂടെയും തിരക്കഥകളിലൂടെയുമാണ് ദ്രാവിഡ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിച്ചത്. പിന്നീട് ഈ ആശയങ്ങളുടെ ബിംബമായി MG രാമചന്ദ്രൻ എന്ന MGR പരിണമിച്ചു. സിനിമയിലെ രക്ഷകൻ യഥാർത്ഥ ജീവിതത്തിലും രക്ഷകനായി മാറുമെന്ന വിശ്വാസം തമിഴ് വോട്ടർമാരുടെ ഉപബോധ മനസ്സിൽ ഇക്കാലത്താണ് വേരുറപ്പിച്ചത്. ജയലളിതയുടെയും വിജയകാന്തിലൂടെയും ഈ പാരമ്പര്യം തുടർന്നെങ്കിലും അവരെല്ലാവരും ഒന്നുകിൽ നിലവിലുള്ള വലിയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്, അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് സംസാരിച്ചത്. ഇവിടെയാണ് ചന്ദ്രശേഖരൻ ജോസഫ് വിജയ് തന്റെ രാഷ്ട്രീയ പരീക്ഷണത്തിലൂടെ വഴിമാറി നടക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ ഫലമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന DMK, AIADMK എന്നീ 2 വൻ ശക്തികൾക്ക് പിന്നാലെ പോകാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം ദ്രാവിഡ രാഷ്ട്രീയത്തിന് തമിഴ് മണ്ണിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീര്യം വീണ്ടെടുക്കാൻ എന്നോണം തമിഴക വെട്രി കഴകം എന്ന സ്വതന്ത്ര പ്ലാറ്റ്ഫോം രൂപീകരിച്ചു. ഇതിലൂടെ DMK മുന്നോട്ട് വയ്ക്കുന്ന കുടുംബ രാഷ്ട്രീയത്തെയും BJPയുടെ ദേശീയതയെയും ഒരേപോലെ എതിർക്കുന്ന ഒരു 3-ാം പാത വെട്ടിത്തെളിക്കാനായതാണ് വിജയെ വ്യത്യസ്തനാക്കിയത്. തന്റെ സിനിമകളിലുടനീളം കെട്ടിപ്പടുത്ത സാധാരണക്കാരന്റെ പ്രതിനിധി എന്ന പ്രതിച്ഛായയെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞതും വിജയുടെ നേട്ടം തന്നെയാണ്. NT രാമറാവു ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ആത്മാഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തി മാസങ്ങൾക്കുള്ളിൽ ഭരണം പിടിച്ചെടുത്തതിന് സമാനമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ വിജയ് തന്റെ ഫാൻസ് അസോസിയേഷനുകളെ രാഷ്ട്രീയ കേഡറുകളായി പരിവർത്തനം ചെയ്തു. അസം ഗണപരീക്ഷത്ത് എന്ന വിദ്യാർത്ഥി സമരങ്ങളിലൂടെ പ്രാദേശിക വികാരം ആളിപ്പടർത്തി അധികാരത്തിലെത്തിയതും ആം ആദ്മി പാർട്ടി ഭരണവിരുദ്ധ വികാരത്തെ പ്രായോഗിക രാഷ്ട്രീയമായി മാറ്റിയതും വിജയുടെ തന്ത്രങ്ങളിൽ നിഴലിക്കുന്നുണ്ട്. സിനിമയിലെ പാട്ടുകളിലൂടെയും പഞ്ച് ഡയലോഗുകളിലൂടെയും അദ്ദേഹം വർഷങ്ങളായി നടത്തിയ രാഷ്ട്രീയ റിഹേഴ്സലുകൾ ഇപ്പോൾ വോട്ടുകളായി മാറുന്നത് തമിഴ്നാട് രാഷ്ട്രീയം ഒരു പുതിയ പരിണാമത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അന്തസ്സത്ത കൈവിടാതെ തന്നെ അതിലെ ജീർണതകളെ ഒഴിവാക്കി ഒരു പുതിയ ഭരണക്രമം വാഗ്ദാനം ചെയ്യുന്നതിലാണ് വിജയുടെ വിജയം. പഴയ തലമുറയിലെ നേതാക്കൾ സിനിമയെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചപ്പോൾ വിജയ് രാഷ്ട്രീയത്തെ തന്നെ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ നാടകീയവും എന്നാൽ ജനപ്രിയവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ യുവാക്കൾക്കിടയിൽ വിജയ്ക്കുള്ള സ്വാധീനം ദ്രാവിഡ പാർട്ടികളുടെ അടിത്തറയിളക്കാൻ പോന്നതാണ്. സിനിമാ സ്ക്രീനിലെ ദളപതി ഭരണസിംഹാസനത്തിലെത്തിയാൽ അത് തമിഴ് രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട പ്രണയത്തിന്റെ ഏറ്റവും പുതിയ വിജയഗാഥയായി മാറും. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സിനിമയെ ഇത്രമേൽ ഗാഢമായി പുൽകിയ മറ്റൊരു ഭൂപ്രദേശം ലോകത്തു തന്നെ ഉണ്ടാകില്ല. തമിഴ്നാടിന്റെ 60 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ അത് വെറും രാഷ്ട്രീയ പോരാട്ടങ്ങളല്ല, മറിച്ച് സിനിമാശാലകളിൽ രൂപം കൊണ്ട ആരാധനാക്രമങ്ങളെ വോട്ടുകളാക്കി മാറ്റിയ മാന്ത്രികതയുടെ കഥ കൂടിയാണെന്ന് വ്യക്തം. തമിഴക വെട്രി കഴകത്തിലൂടെ വിജയ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ ചരിത്രത്തിന്റെ ഏറ്റവും പുതിയതും എന്നാൽ വ്യത്യസ്തവുമായ ഒരു അധ്യായം രചിക്കാനാണ്. ആദ്യ അംഗത്തിൽ തന്നെ അധികാരത്തിലേറിയ NT രാമറാവുവിന്റെയും അസം ഗണപരീക്ഷത്തിന്റെയും പാത പിന്തുടരുന്ന വിജയ് ഇനി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ്. തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ വിജയ് ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുമ്പോൾ സന്തോഷം പങ്കിടാൻ നടി തൃഷ നടന്റെ വീട്ടിലെത്തിയതും ഇന്ന് വാർത്തയാണ്. നടിയുടെ പിറന്നാൾ ദിനം കൂടിയാണെന്ന്. വിജയുടെ പനയൂരിലെ വസതിയിലേക്കാണ് പ്രിയ സുഹൃത്ത് ഈ വലിയ നിമിഷത്തിൽ ഓടിയെത്തിയത്. അതേസമയം പിറന്നാൾ ദിനത്തിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ തൃഷ ദർശനവും നടത്തി. തൃഷയുടെ ജന്മദിനം, തമിഴ്നാട്ടിലെ വോട്ടെണ്ണൽ ദിനം എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ. നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ ഈ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ട വ്യക്തിയാണ് തൃഷ.
വിജയ്ക്കൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് തൃഷയുടേത്. നടി രാഷ്ട്രീയ രംഗത്തില്ലെങ്കിലും വിജയുമായി സൗഹൃദം എതിർ പാർട്ടികൾ ആയുധമാക്കി. വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജിയിൽ ഒരു നടിയെക്കുറിച്ച് പരാമർശിച്ചത് തൃഷയെ ഉദ്ദേശിച്ചാണ് എന്ന പ്രചാരണവുമുണ്ടായി. ഇനി കണ്ടറിയാം മകനെ മുഖ്യമന്ത്രിയാക്കാനിരുന്ന സ്റ്റാലിന്റെ അസ്തമിച്ച സ്വപ്നങ്ങൾ DMK-യിൽ ഏത് നിലയിൽ പൊട്ടിത്തെറിക്കുമെന്ന്.